സംസ്ഥാനത്ത് വരും മണിക്കൂറുകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. അടുത്ത 3 മണിക്കൂർ 6 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്കാണ് റെഡ് അലർട്ട്. ഈ 3 മണിക്കൂർ ഇപ്പോൾ 2 മണിക്കൂറായി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത 2 മണിക്കൂർ വലിയ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. പത്തനംതിട്ട, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് കിഴക്കൻ മേഖലയിൽ ശക്തമായ മഴ തുടരുകയാണ്. ചാലിയാർ പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് ആളുകളെ പ്രദേശത്തു നിന്ന് മാറ്റി. കണ്ണൂരിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ആളുകളെ മാറ്റിയിട്ടുണ്ട്. കോട്ടയത്ത് രാവിലെ മഴയ്ക്ക് ശമനമുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് MS വീണ, കോഴിക്കോട് നിന്ന് അനഘ ഹർഷൻ, കോട്ടയത്ത് നിന്ന് മിഥുൻ അയ്യപ്പൻ എന്നിവരൊപ്പം ചേരും. ആദ്യം വീണയിലേക്കൊന്ന് പോകണം. വീണ, ഒരുപക്ഷെ കുടപിടിക്കാതെ പശ്ചാത്തലത്തിൽ മഴയില്ലാതെ നിൽക്കുന്ന ഏക റിപ്പോർട്ടർ വീണയായിരിക്കാം. കാരണം തിരുവനന്തപുരത്ത് മഴ തീരെ കുറവാണ്. പക്ഷേ ഇന്നലെ രാത്രി മഴ പെയ്തിട്ടുണ്ട്. പക്ഷേ മഴ ഒരു പരിധിവരെ കുറഞ്ഞ ഒരു ജില്ല തിരുവനന്തപുരമാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയുണ്ട് താനും. പക്ഷേ ഈ മഴയുടെ ഏകോപനം മുഴുവൻ നടക്കുന്നത് തലസ്ഥാനത്താണ്. മുഖ്യമന്ത്രിയും സർക്കാരും ഈ മഴ വ്യാപിക്കുന്നു, ദുരിതം വ്യാപിക്കുന്നു, ആ ഘട്ടത്തിൽ ഏകോപനം നടത്തുന്നു. ഇന്നലെ പരാതികളൊക്കെ ഒരുപാട് വന്നതാണ്. മുതലപ്പുഴയിൽ നമ്മൾ കണ്ടു 2 പേരെ വള്ളം പറഞ്ഞ് കാണാതായിട്ട് 16.5 മണിക്കൂർ കഴിഞ്ഞാണ് രക്ഷാപ്രവർത്തനം പോലും കാര്യക്ഷമമായി തുടങ്ങിയത്. അവിടുത്തെ പ്രതിഷേധം നമ്മൾ കണ്ടു. എങ്ങനെ ഏകോപിപ്പിക്കുന്നു വൈകിയെങ്കിലും ഈ മഴയുടെ ദുരിതത്തെ സർക്കാർ? നമസ്തേ കൃഷ്ണരാജ്, അശ്വതി. ഈ മഴ മുന്നറിയിപ്പിൽ സർക്കാരിനൊപ്പം തന്നെ മറ്റ് അധികൃതർക്കുമൊക്കെ വീഴ്ച സംഭവിച്ചു എന്നുള്ളൊരു പരാതിയാണ് മത്സ്യബന്ധന തൊഴിലാളികൾ ഉന്നയിക്കുന്നത്. ഈ മുൻകരുതൽ എടുക്കുന്നതിലടക്കം വൈകൽ ഉണ്ടാക്കി അപകടങ്ങളെ ക്ഷണിച്ചു വരുത്തി എന്നുള്ളൊരു ആക്ഷേപം കൂടി ശക്തമാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ പോലും ഈ ഏകോപന പ്രവർത്തനങ്ങൾ വൈകിയാണെങ്കിലും ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിർദ്ദേശങ്ങൾ വരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ മഴ മുന്നറിയിപ്പിൽ അത് കൂടുതൽ ജാഗ്രത പുലർത്തണം എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നിർദ്ദേശം അത് താഴെത്തട്ടിലെ ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്നുകൂടി വ്യക്തമാക്കുന്നതാണ് ദുരിതങ്ങൾ സംഭവിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ജനവാസ മേഖലയിലടക്കമുള്ള ജനങ്ങൾക്കേറെ ദുരിതമുണ്ടായ സാഹചര്യമുണ്ട്. തിരുവനന്തപുരത്ത് ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ പോലും ഇന്ന് പുലർച്ചയോളം ശക്തമായിട്ടുള്ള മഴ തന്നെയാണ് ലഭിച്ചത്. ആ ശക്തമായ മഴയ്ക്കൊപ്പം അതിശക്തമായിട്ടുള്ള കാറ്റ് തന്നെയാണ് അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ്. തിരുവനന്തപുരത്തെ മലയോര മേഖലകളിലടക്കം അത് തോരാതെ തന്നെ മഴ പെയ്യുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അടുത്ത 2 മണിക്കൂർ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് ലഭിച്ച പ്രകാരം അടുത്ത 2 മണിക്കൂറിൽ 6 സംസ്ഥാനങ്ങളിൽ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പാലക്കാട് മുതൽ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഈ ഒരു റെഡ് അലേർട്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ ജില്ലകളിൽ അതിശക്തമായിട്ടുള്ള മഴ ലഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരുവനന്തപുരവും കൊല്ലവും കൂടാതെ മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിലും സമാനമായിട്ടുള്ളൊരു കാലാവസ്ഥയെ പ്രതീക്ഷിക്കാം. ശക്തമായിട്ടുള്ള മഴ ലഭിക്കുമെന്ന് പറയുമ്പോൾ പോലും എങ്ങനെയാണ് ഏകോപന പ്രവർത്തനങ്ങൾ എന്നുള്ള വലിയ ചോദ്യം ബാക്കിയായി നിൽക്കുന്നുണ്ട്. കാരണം മത്സ്യത്തൊഴിലാളികൾ അടക്കം ഉന്നയിക്കുന്ന ഒരു വിഷയമുണ്ട്. ഈ മുതലപ്പൊഴിയിലെയും വിഴിഞ്ഞത്തെയും അടക്കം മുഴുവനായി 3 മത്സ്യത്തൊഴിലാളികളെയാണ് കാണാതായിരിക്കുന്നത്. ഈ മുന്നറിയിപ്പ് ലഭിച്ചിരുന്നെങ്കിൽ, അത് കൃത്യസമയത്ത് അധികൃതരുടെ ഭാഗത്ത് നിന്ന് മുന്നറിയിപ്പ് ലഭിച്ചിരുന്നെങ്കിൽ അവർ മത്സ്യബന്ധനത്തിനായി പോകില്ലായിരുന്നു എന്നുകൂടി പറയുന്നുണ്ട്. അത് മാത്രമല്ല, അറിയിപ്പ് ലഭിച്ചത് വൈകിയാണെങ്കിൽ പോലും അവർക്ക് അപകടം സംഭവിച്ചതിന് ശേഷം രക്ഷാപ്രവർത്തനത്തിൽ വലിയ തരത്തിലുള്ള പാളിച്ചകൾ സംഭവിച്ചു എന്നുള്ള വിമർശനം കൂടി ശക്തമാകുന്ന സാഹചര്യമുണ്ട്. എന്തായാലും അടിയന്തരമായി ഈ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണം എന്നുള്ളൊരു ആവശ്യം കൂടിയുണ്ട്. പക്ഷേ സാങ്കേതികമായിട്ടുള്ള കാരണങ്ങൾ കൂടി ഈ റെസ്ക്യൂ വിഭാഗത്തിലെ ജീവനക്കാർ അല്ലെങ്കിൽ ആ സംഘത്തിലുള്ളവർ പറയുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഈ കാണുന്ന തീരദേശത്ത് കാണുന്ന ഒരു കാലാവസ്ഥയല്ല ഉൾക്കടലിൻ്റേത്. അതിശക്തമായിട്ടുള്ള കാറ്റും ഒക്കെയാണ് അനുഭവപ്പെടുന്നത്. ഓരോ നിമിഷവും മാറി മറയുന്ന ഉൾക്കടലിൻ്റെ കാലാവസ്ഥ, ആ കാലാവസ്ഥയെ പ്രതിരോധിച്ച് വേണം, അതിനെയൊക്കെ ഭേദിച്ച് വേണം അപകടം നടന്ന സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ ഈ മത്സ്യത്തൊഴിലാളികൾ ഒഴുകിപ്പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്ക് തിരച്ചിൽ നടത്തേണ്ടതെന്ന് കൂടിയാണ് അവർ വ്യക്തമാക്കുന്നത്. ഈ വരുന്ന 2 മണിക്കൂറാണ് ഈ ജില്ലകളിൽ 6 ജില്ലകളിൽ റെഡ് അലേർട്ട് ഉള്ള. അതിന്റെ ഭാഗമായി തന്നെ തിരുവനന്തപുരത്തും കൊല്ലത്തുമൊക്കെ മഴ ലഭിക്കുമെന്നുള്ളതാണ്. അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ള കാര്യം മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. അത് മറികടന്നുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ തീരത്തേക്ക് അല്ലെങ്കിൽ തീരത്ത് നിന്ന് ചെറുവള്ളങ്ങളിലാണെങ്കിൽ പോലും മത്സ്യബന്ധനത്തിനായി പോകരുത് എന്നുള്ളൊരു മുന്നറിയിപ്പുണ്ട്. മറ്റൊന്ന് ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്, ഈ ശനിയും ഞായറും ഒക്കെ അവധി ദിവസമാണ്. അപ്പോൾ എടുത്തു പറയാനുള്ള കാര്യം, ഈ വീടുകളിലൊക്കെ ഇരിക്കുന്ന യുവാക്കൾ അവർ ഒന്നിച്ചു കൂടുകയും ഒപ്പം തന്നെ ഈ പുഴയോര പ്രദേശങ്ങളിൽ നീന്തുവാനും കുളിക്കുവാനും ഒക്കെ പോകുന്ന സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി നൽകുന്നുണ്ട്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ വലിയ അപകടങ്ങൾ നമ്മൾ സ്വയമേ ക്ഷണിച്ചു വരയ്ക്കാതെ
ഇരിക്കുക എന്നുള്ള നിർദ്ദേശങ്ങൾ കൂടിയാണ് അധികൃതർ പറയുന്നത്. എന്തായാലും സംസ്ഥാനത്ത് വരുന്ന ദിവസങ്ങളിലും വരുന്ന മണിക്കൂറുകളിലും മഴ ലഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുറഞ്ഞ സമയത്ത് ശക്തിയേറിയ മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളിലും ഈ മണിക്കൂറുകളിലുമൊക്കെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണരാജ്, അശ്വതി. വീണ പറഞ്ഞതുപോലെ തന്നെ ഈ ചായയിൽ കുതിർന്ന മണ്ണുണ്ടല്ലോ, അതുപോലെയാണ് കേരളത്തിലെ മണ്ണിന്റെ അവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം പെട്ടെന്ന് മഴ പെയ്യുന്നു, മണ്ണിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്നില്ല ഈ വെള്ളത്തിൽ മുഴുവൻ. ഒറ്റ രാത്രി കൊണ്ട് മഴ പെയ്താൽ വെള്ളപ്പൊക്കം ഉണ്ടാവും നമ്മൾ പറയുമ്പോഴും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ചെറിയ ചെറിയ മഴയുണ്ടായിരുന്നു. അപ്പോൾ ആ മഴയേറ്റാൽ പോലും അതിലോലമാകുന്ന മണ്ണായി നമ്മുടേത് മാറിക്കഴിഞ്ഞു. തീർച്ചയായും സെൻസിറ്റീവ്. അതാണ് മാധവ് ഗാഡ്ഗിൽ എന്ന മഹാമനുഷ്യൻ നേരത്തെ പറഞ്ഞത്, അതീവ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലൊന്നും നിങ്ങൾ കൈകടത്തരുത് എന്ന്. പക്ഷെ ആരും കേട്ടില്ല. അനുഭവിക്കുക അല്ലാതെ മറ്റു മാർഗവുമില്ല. അദ്ദേഹവും നമ്മെ വിട്ടുപോയി.